തൃശ്ശിലേരി ശിവക്ഷേത്രം പ്രത്യേകിച്ച് മഴയുള്ള ദിവസങ്ങളിലാണ് അവിടെ എത്തിയത് എന്നതുകൊണ്ട് വയനാട് എപ്പോഴും മഴയുണ്ടാകാം. ആ മഴയുടെ അന്തരീക്ഷവും കാടിൻ്റെ അന്തരീക്ഷവും ഒക്കെ ചേർന്ന് തൃശ്ശിലേരിക്ക് മറ്റൊരു ഭാവമാണ് ഉണ്ടായിരുന്നത്. ആ ഭാവത്തിൽ നനഞ്ഞുകൊണ്ട് തന്നെ അകത്തേക്ക് ചെല്ലുമ്പോൾ മനസ്സിലാക്കുവാനായ സത്യം തൃശ്ശിലേരിയിലെ മഹാദേവൻ സ്വയംഭൂ സാന്നിധ്യമാണ് എന്നുള്ളതാണ്. ഇവിടുത്തെ ശ്രീകോവിലിന് ഒരു പ്രത്യേകതയുണ്ട്. ഒരു സ്വയംഭൂ ശിലയാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ സങ്കല്പം. അതായത് മഹാദേവനായി സങ്കല്പിക്കുന്ന ഒരു സ്വയംഭൂ ശിലയാണ്. ശിലയും ഏരിയും, ശില എന്നാൽ കല്ല് എന്നും പാറ എന്നും അർത്ഥമുണ്ട്, ഏരി എന്നാൽ തടാകം. അപ്പോൾ തൃ എന്ന വാക്കിന് ഈശ്വര സാന്നിധ്യമുള്ള, അപ്പോൾ ഈശ്വര സാന്നിധ്യമുള്ള തടാകവും ഈശ്വര സാന്നിധ്യമുള്ള കല്ലുമുള്ള പാറയുമുള്ള പ്രദേശം തൃശ്ശിലേരി എന്നായി മാറി. തൃ, ശില, ഏരി എന്നിങ്ങനെ 3 വാക്കുകളാണ് ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. ഏരി എന്നാൽ തടാകമാണ്, മറക്കണ്ട. അപ്പോൾ സ്വയംഭൂവായ ആ ഒരു പാറ, അതിനൊരു വലിയ പ്രത്യേകത ഒരു ശ്രീകോവിലൂടെ നമുക്ക് അകത്ത് കയറിയാൽ കാണാം. പക്ഷേ ഈ ഒരു സ്വയംഭൂ ശിലയുടെ ബാക്കി ഭാഗം ശ്രീകോവിലിൻ്റെ ഒരു വസ്തു കൂടി, തീർത്ഥവാരിയുടെ ഒരു വസ്തു കൂടി മുകളിലേക്ക്